മഹൽ സുഹൃതങ്ങളും പാശ്ചാത്യൻ പച്ച പരിഷ്കാരങ്ങളെ വാരിപ്പുണർന്ന് പരിവർത്തനത്തിന്റെ പടപ്പാട്ടുമായി അധോഗതിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ആധുനിക മനുഷ്യന് മുമ്പിൽ മനുഷ്യത്വവും മാനവികതയും എന്തെന്ന് അക്ഷരാർത്ഥത്തിൽ പ്രവൃത്തി രൂപത്തിൽ കാണിച്ചു തരുന്ന ഒരു കൂട്ടായ്മയായിട്ടാണ് ഇത്തരം കൂട്ടായ്മകളെയൊക്കെ നാം വിലയിരുത്തപ്പെടേണ്ടതും കാണേണ്ടതും. അതുകൊണ്ട് തന്നെ കലുഷിതമായ കാലഘട്ടത്തിൽ മതാധിഷ്ഠിതമായ വാദത്തിൽ തന്നെ ഇതൊരു കലിയുഗത്തിൻ്റെതായ സമാപനമാണെന്ന് പറയുമ്പോൾ അവിടെ മനുഷ്യത്വത്തിന് വില നൽകലാണ് മറ്റെന്തിനേക്കാളും ഉപരി എന്ന് മനുഷ്യ മനസ്സുകൾക്ക് അടിവരയിടുക എന്ന ഒരു വിഷയമാണ് ഇത്തരം കൂട്ടായ്മകളെ കൊണ്ടുള്ളതായ പ്രത്യേകമായ അറിയിപ്പുകൾ. അത്തരം അറിയിപ്പുകളെ അന്വർത്ഥമാക്കിക്കൊണ്ട് കേവലം ഒരുമിച്ചു കൂടലുകളിൽ മാത്രമല്ല, തൻ്റെതായ ദൈനംദിന പ്രവർത്തനങ്ങളിലും തൻ്റെതായ മറ്റുള്ളതായ സഹജീവികൾക്ക് അവിടെ ജാതീയതയുടെയോ വർഗീയതയുടെയോ വിദ്വേഷങ്ങളോ അല്ലെങ്കിൽ വിവരക്കേടുകളോ മനസ്സിലാക്കി കൊടുക്കാതെ മനുഷ്യത്വത്തിന് മാത്രം ഊന്നൽ നൽകി നാം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് ഗമിപ്പിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ പൂർവസൂരികളായ മഹത്തുക്കൾ ബ്രിട്ടീഷ് ആധിപത്യത്തിനോട് അടരാടിക്കൊണ്ടുകൊണ്ട് ഈ രാജ്യത്തിൻ്റെതായ സ്വാതന്ത്ര്യം ഏതൊരു ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി മേടിച്ചു തന്നോ എങ്കിൽ ആ വിഷയം നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ദൈവം തമ്പുരാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിനൊക്കെ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതിൻ്റെതായ കാരണത്തിൽ വെച്ചുകൊണ്ട് പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ആപ്തവാക്യം ഞാൻ എൻ്റെതായ ശ്രോതാക്കളുടേതായ ഹൃദയത്തിലേക്ക് ഇടുകയാണ്. ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ മാനവ സമൂഹത്തിന്റെ, മുസ്ലിം സമൂഹത്തിന് ഏറ്റവും വലിയ കരണീയവും അനുകരണീയവും എന്നു വേണ്ട, മനുഷ്യ സമൂഹത്തിന് ഏറ്റവും വലിയ ഉദാത്തമായ മാർഗങ്ങൾ വരച്ചുകൂട്ടുന്ന ഒരു ഗ്രന്ഥമത്രേ സ്വഹീഹുൽ ബുഖാരി എന്ന ഒരു ഗ്രന്ഥം. പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ മാനവ മുസ്ലിം ഉമ്മത്തിൻ്റെതായ ഒരു പ്രത്യേക ഭരണഘടനയാണത്. ആ വിഷയത്തിന്റെ അവസാനമായി നാണ്യം കുറിച്ചുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായ ഒരു സൂക്തമാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വെക്കുന്നത്. ഇർഹമു മൻ ഫിൽ അർള്. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യത്തോടെ പ്രവർത്തിക്കണം. അവിടെ നിങ്ങളുടെ ജാതീയതയോ മറ്റുള്ളതായ വിഷയങ്ങളോ നിങ്ങൾ അവിടെ നോക്കരുത്. എങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന നേട്ടം എന്താണ്? യർഹമുക്കും മൻ ഫിസ് സമാ. വാനലോകത്തുനിന്നുള്ള ദൈവികമായ സഹായങ്ങൾ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതായ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരുണ്യത്തെ നിർവചിച്ചുകൊണ്ട് തന്നു. ഇതേ വിഷയങ്ങൾ തന്നെ മറ്റു പല വിഷയങ്ങളും മതങ്ങളുടേതായ പുരാണങ്ങളും എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം. ഹൈന്ദവ പുരാണങ്ങളിൽ പറഞ്ഞതും അതുതന്നെയാണ്. മാതാസ പാർവതി ദേവി പിതാ ദേവോ മഹേശ്വര ഭാണ്ഡവ മാനവ സർവസ്വദേശ ഭുവനത്രയും. ഈശ്വരനിൽ നിന്നും പാർവതിയിൽ നിന്നും ഹവ്വയിൽ നിന്നും ആദമിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യ മക്കൾ അവരുടെ ദൈനംദിന ജീവിതത്തിന് വേണ്ടി തൻ്റെ സഹജീവിയോട് എന്തിനു വെറുപ്പ് കാണിക്കണം? ആയതിന്റെ പേരിൽ കലുഷിതമായ ഈ കാലഘട്ടത്തിൽ ഇത്തരം വിഷയങ്ങളിൽ ഈ സമൂഹത്തെ സമുദ്ധരിക്കുന്നതായ ഒരെളിയവൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്, കേവലം വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല മനുഷ്യത്വം. അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവന്ന് ശിഷ്ടജീവിതം അതിൽ ത്വര്യപ്പെടുത്താൻ എല്ലാവർക്കും ഭാഗ്യം നൽകുമാറാവട്ടെ എന്ന് മാത്രം നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഹ്രസ്വമായ വാക്കുകളിൽ മെച്ചമായ ഒരു അറിയിപ്പ് തന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹത്തായ പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മമാണ് അടുത്തതായ സജക്ഷൻ. വന്യരായ നമ്മുടെ സ്ഥലം MLA ബഹുമാന്യനായ സുമോദ്
അദ്ദേഹം സാർ ഇവിടെ എത്തിയിട്ടില്ല. എന്തായാലും കോളങ്ങൾ നമുക്ക് ഒഴിച്ചിടാൻ പറ്റില്ല എന്നതുകൊണ്ട് തന്നെ ആദരണീയരായ എൻ്റെ സഹൃദയരെ ഭാഷണം കൊണ്ട് ധന്യമാക്കാൻ മഹത്തായ നമ്മുടെ വ്യക്തി ബഹുമാനപ്പെട്ട സി ചാമുണ്ണി സാറിനെ ആദരവോടുകൂടി നിങ്ങൾക്ക് വേണ്ടി ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട വിശിഷ്ട വ്യക്തികൾ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഹോദരന്മാരെ, ഇങ്ങനെ ഒരു ഒത്തുകൂടലിന് അവസരം ഒരുക്കിയ ഇതിൻ്റെ സംഘാടകരെ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. നേരത്തെ കൂടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ വളരെ വളരെ പ്രയാസങ്ങളും വെല്ലുവിളികളും നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിങ്ങനെ ഒത്തുകൂടുന്നത്. നമുക്കറിയാം, ഈ വൃത കാലഘട്ടത്തിൽ ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ്, അതേമാതിരി തന്നെ ഇസ്രയേലുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന മഹായുദ്ധം, ആയിരക്കണക്കിന് സഹോദരന്മാരാണ് മരിച്ചു വീണുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും പ്രതിരോധിക്കാനുള്ള ശ്രമം ഇറാൻ നടത്തുന്നുണ്ടെങ്കിൽ പോലും അതിന് പരിമിതികളുണ്ട്. ഇറാന് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ തന്നെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഇട്ടാണ്. ഇപ്പോ അതിനുപയോഗിച്ചുകൊണ്ടുള്ള ചർച്ച വേറെ രീതിയിലേക്ക് തിരിച്ചുവിടുക. ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയാൽ ആ രാജ്യങ്ങളെ ആക്രമിച്ചു എന്ന രീതിയിൽ ഇറാൻ ഒരേ വിഭാഗത്തിൽപ്പെട്ടവരെ തന്നെ ആക്രമിക്കണമെന്നുള്ള രീതിയിലുള്ള ചർച്ച ഉയർത്തിക്കൊണ്ടുവന്നു. യഥാർത്ഥത്തിൽ ആരാണ് ശത്രു എന്ന് തീരുമാനിക്കുന്നതിൽ ആശയക്കുഴപ്പമുണ്ടായിക്കൊണ്ടിരിക്കുക. ഈ ഒരു ഘട്ടത്തിലാണ് നടത്തുന്നത്. അവിടെയാണ് അതിൻ്റെ ഒരു പ്രാധാന്യം. സാന്ദർഭികമായി ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞതാണ്. മറ്റു പല രാജ്യങ്ങളിലും ഒരേ വിഭാഗം തന്നെ ഭരിക്കുന്ന രാജ്യങ്ങൾ, അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും കൂടി യുദ്ധമാണ്. അപ്പോ ഒരേ വിഭാഗമാണ് അല്ലേ? അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സ്വാഭാവികമായും ഇപ്പോ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. എല്ലാ മതങ്ങളും ആത്യന്തികമായി നല്ല കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. മതങ്ങളുടെ ഉത്ഭവം നിലവിലുള്ള സമൂഹങ്ങളെ പരിഷ്കരിക്കാനുള്ള ശ്രമങ്ങളിൽ നിന്നാണ് മതങ്ങൾ ഉണ്ടാകുന്നത്. മുന്നോട്ട് കൊണ്ടുപോകാനാണ് എല്ലാ മതവും, ഇല്ലാണ്ട് നിലവിലുള്ള സമൂഹത്തെ പുറകോട്ട് അടിക്കാനല്ല ഒരു മതവും ശ്രമിച്ചിട്ടുള്ളത്. അത് ഇസ്ലാം മതമാണെങ്കിലും ക്രൈസ്തവ മതമാണെങ്കിലും ജൈന മതമാണെങ്കിലും ബുദ്ധമതമാണെങ്കിലും എല്ലാം. ചിലവരിങ്ങനെ ആലോചിക്കുന്നുണ്ടാവും എന്തുകൊണ്ട് ഹിന്ദുമതം പറഞ്ഞില്ല എന്ന്. എനിക്കത് ബോധ്യപ്പെട്ടിട്ടില്ല ഒരു മതമാണോ എന്നുള്ളതിനെ സംബന്ധിച്ച്. ഞാൻ അതുകൊണ്ടാണ് അത് ബോധപൂർവം വിട്ടതാണ്. അപ്പൊ എല്ലാ മതങ്ങളും സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് സമൂഹങ്ങളെ പരിഷ്കരിക്കാനുള്ള ശ്രമങ്ങളിൽ നിന്നാണ് മതങ്ങൾ ഉണ്ടായത് എന്ന് ഞാൻ പറയാൻ കാരണം. അപ്പൊ ഇസ്ലാം മതത്തെ സംബന്ധിച്ച് നമുക്കിത് കാണാൻ വേണ്ടി കഴിയും, കൃത്യമായിട്ട് കാണാൻ വേണ്ടി കഴിയും. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം. ആര് പറഞ്ഞതാ? ഇസ്ലാം മതത്തിന്റെ ഒരു തത്വമാണത്, ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം. ആ രീതിയിൽ എല്ലാ മതങ്ങളും, ഇപ്പോ ക്രൈസ്തവ മതം പറഞ്ഞിരിക്കുന്നത്, അതിനൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഒരു ധനവാൻ സ്വർഗത്തിലെത്താൻ ഒട്ടകം സൂചിക്കുടിയിലൂടെ കടക്കുന്ന അത്രയും ബുദ്ധിമുട്ട് ഉണ്ട് എന്നാണ്. സ്വർഗരാജ്യം അധ്വാനിക്കുന്നതിനുള്ളതാണെന്ന്. മോശമാണത്. ഒരാൾ അധ്വാനിച്ചാൽ അയാളുടെ ശരീരത്തിൽ വിയർപ്പ് പറ്റുന്നതിന് മുൻപ് അയാളുടെ അധ്വാനത്തിന് അർഹതപ്പെട്ട വേതനം കൊടുക്കണം എന്ന് പറയുന്നത് മോശമുള്ള കാര്യമാണ്. എല്ലാ മതങ്ങളും നിലവിലുള്ള സമൂഹത്തെ പരിഷ്കരിക്കാനുള്ള ശ്രമങ്ങളിൽ നിന്ന് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഏത് മതമാണെങ്കിലും.
പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില മതങ്ങൾ അത് മാത്രമാണ് ശരി, ബാക്കിയുള്ള മതങ്ങളൊന്നും ശരിയല്ല എന്ന് പറയുന്ന അതിനെയാണ് മതമൗലികതാവാദം പറയുക. എന്റെ മതം മാത്രമാണ് ശരി, ബാക്കിയുള്ള മതങ്ങളൊന്നും തന്നെ ശരിയല്ല, അതിനെ അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ള നിലപാടിനെയാണ് മതമൗലികതാവാദം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ രാജ്യത്ത് അത് കാണാൻ വേണ്ടി കഴിയുമല്ലോ സ്വാഭാവികമായി. ഒരു മതവിഭാഗത്തിന്റെ മാത്രമായി. അതാണ് ഇന്ത്യ രാജ്യം ഒരു മതവിഭാഗത്തിന് മാത്രം അർഹതപ്പെട്ടതാണ്. ഹിന്ദുക്കളുടെ പേരിൽ ആണ് നടക്കുന്നത്. പക്ഷെ അവര് പറയുന്ന ഹിന്ദുക്കളിൽ മഹാഭൂരിപക്ഷം ഹിന്ദുക്കളും പെടില്ല. വിശ്വ ഹിന്ദു പരിഷത്ത് എന്നൊക്കെ പറയും, പക്ഷെ അവര് പറയുന്ന ഹിന്ദുക്കളിൽ മഹാഭൂരിപക്ഷം ഹിന്ദുക്കളും പെടില്ല. ചാതുർവർണ്ണ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ മുഴുവൻ പെടില്ല, ശൂദ്രൻ തീരെ പെടില്ല, അതിന്റെ താഴെയുള്ളവര് ഒന്നുമല്ല. അതാണ് അവര് പറയുന്ന ഒരു രീതി. അപ്പൊ സ്വാഭാവികമായും തങ്ങളുടെ കാഴ്ചപ്പാട് ജനങ്ങളിൽ ബോധപൂർവം അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമം നടക്കുകയാണ്. മതമൗലികവാദത്തിൽ നിന്ന് മത തീവ്രവാദത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, ലോകത്തെ സംബന്ധിച്ചിടത്തോളം അപകടകരമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി കഴിയും, നമ്മുടെ കേരളം ഇന്ന് വ്യത്യസ്തമാണ്. കേരളം ഇന്ന് വ്യത്യസ്തമാണ്. അതാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു വിഭാഗമല്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഇരിക്കാനും ഇങ്ങനെ സംസാരിക്കാനും ഇങ്ങനെ ഒത്തുകൂടാനും കഴിയുന്ന എത്ര സംസ്ഥാനങ്ങളുടെ ഇന്ത്യയിൽ? എത്ര സംസ്ഥാനങ്ങളുടെ ഇന്ത്യയിൽ? യഥാർത്ഥത്തിൽ ഇപ്പൊ ഇതില്ല എന്നാണ്. കേരളം ഇത് വ്യത്യസ്തമായി നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം പൂർണ്ണമാക്കാനുള്ള പ്രവർത്തനം നടത്തുന്നതിൽ ഒരു തെറ്റുമില്ല. അതിന് സ്വീകരിക്കുന്ന മാർഗങ്ങളിലാണ് പ്രശ്നം. അത് മത തീവ്രവാദത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ട്. കേരളത്തിലും അത്തരം ചർച്ചകൾ പിന്നെ നടക്കുന്നുണ്ട്, സ്വാഭാവികമായി നടക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ബിഷപ്പിന് മതമുണ്ടോ? ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് വിശക്കാതിരിക്കുക? അത് ഏത് മതത്തിൽപ്പെട്ടതാണെങ്കിലും ഒരു നേരം ഭക്ഷണം കഴിഞ്ഞ് അതിന്റെ സമയം കഴിയുമ്പോഴേക്ക് വിശക്കും. ബിഷപ്പിന് മതമില്ല. സാമൂഹ്യ പ്രശ്നങ്ങൾക്കൊന്നും മതം അടിസ്ഥാനമല്ല. തൊഴിലില്ലായ്മ, ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം തൊഴിൽ കിട്ടി ബാക്കിയുള്ള വിഭാഗം തൊഴിൽ, അങ്ങനെയുണ്ടോ? നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം വിലക്കയറ്റം. ഒരു മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രം വില കുറച്ച സാധനം കിട്ടും. അപ്പൊ അടിസ്ഥാനപരമായി നോക്കിയാൽ ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളിൽ ഒന്നും തന്നെ മതത്തിന്റെ വേർതിരിവുകൾ ഇല്ല. പിന്നെ എന്തിനാണ് നമ്മൾ മതത്തിന്റെ വേർതിരിവിൽ നിന്നുകൊണ്ട് മനുഷ്യന്റെ ഐക്യത്തെ, യോജിപ്പിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത്? അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവരും, കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ പോലുള്ളവരും മറ്റുള്ളവരെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആദ്യം ശ്രീനാരായണ ഗുരു പറഞ്ഞു, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന് പറഞ്ഞു. പിന്നെ നോക്കിയപ്പോൾ അവർക്ക് തോന്നി അതിലെന്തോ ഒരു പോരായ്മയുണ്ട്. പിന്നെ പറഞ്ഞു, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. സ്വാഭാവികമായിട്ടും